കഴിഞ്ഞ കുറച്ചുകാലമായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിലുള്ള തർക്കം. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ആരാകും കോൺഗ്രസിൽ നിന്നുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നായിരുന്നു അവർക്കിടയിലെ പ്രധാന തർക്കം. സ്ഥാനമോഹികളാണ് കോൺഗ്രസിൽ ഉള്ളവരെന്ന് പരോക്ഷമായി പറയുകയായിരുന്നു പിന്നീടങ്ങോട്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്ന് പോലും ഉറപ്പില്ലെങ്കിലും ചർച്ചകൾക്ക് ഒരു കുറവുമില്ല. വി.ഡി. സതീശൻ, കെ. സുധാകരൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, ശശി തരൂർ തുടങ്ങി എല്ലാ നേതാക്കൾക്കും ആ കസേരയിൽ ഒരു കണ്ണുണ്ട്. സാമുദായിക സംഘടനകളുടെ പിന്തുണ ചെന്നിത്തലയ്ക്ക് ലഭിച്ചതോടെ ചെറിയ കണ്ണുകടിയും തുടങ്ങി. രമേശ് ചെന്നിത്തലയ്ക്കുള്ള NSS ക്ഷണത്തിൽ തുടങ്ങിയ ചർച്ച ചെന്നെത്തി നിന്നത് മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിലായിരുന്നു. പിന്നാലെ പലരും തങ്ങളുടെ അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞു. ഇതോടെയാണ് കോൺഗ്രസിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നത്. 11 വർഷമായി NSSുമായി ഇടഞ്ഞു നിന്ന ചെന്നിത്തലയെയാണ് ഇത്തവണ മന്നം ജയന്തിക്ക് മുഖ്യ പ്രഭാഷകനായി ക്ഷണിച്ചത്. സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ കരുത്താർജിക്കാനായി ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് പ്രമുഖ സാമുദായിക സംഘടനകളുടെ വേദികൾ തുണയാകുമോ എന്ന ചർച്ചകൾ ഉയർന്നിരുന്നു. NSSനും SNDPക്കും ഒരേ സമയം തന്നെ ചെന്നിത്തല സ്വീകാര്യനായി മാറുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴി തുറന്നു. KPCC അധ്യക്ഷൻ കെ. സുധാകരൻ ആണെങ്കിലും വി.ഡി. സതീശന്റെ നിയന്ത്രണത്തിലാണ് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. സുധാകരനും സതീശനും തമ്മിലുള്ള മാനസിക ഐക്യമില്ലായ്മ പൊതുവേദിയിൽ പോലും പ്രകടമാണ്. ഇവയെല്ലാം തന്നെ കോൺഗ്രസിൽ രാഷ്ട്രീയത്തിനുള്ളിലെ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. എന്നാൽ ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് കർണാടകയിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് അധികാര പങ്കിടൽ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ മുൻകൂർ ധാരണ ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയതിന് പിന്നാലെയുണ്ടായ അധികാര തർക്കത്തെ തുടർന്നാണ് 50-50 ഫോർമുല ഉണ്ടായതെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശക്തമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. തുടർന്നാണ് 30 മാസത്തെ അധികാര ഫോർമുലയ്ക്ക് ധാരണയായത്. ഈ വർഷം അവസാനത്തോടെ സിദ്ധരാമയ്യയുടെ 30 മാസം പൂർത്തിയാകും. ശിവകുമാറിന് പുറമെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് കണ്ണുവച്ചിട്ടുണ്ട്. ഇരു നേതാക്കളുടെയും അണികൾ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ വരെ നടത്തിയിരുന്നു. എന്നാൽ ആത്യന്തികമായി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. ഇതോടെ ശിവകുമാറിന്റെ വിഭാഗവും സിദ്ധരാമയ്യയുടെ വിഭാഗവും ചേരിതിരിഞ്ഞ് പോരു തുടങ്ങി. സിദ്ധരാമയ്യയുടെ പേര് ചിലർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ശിവകുമാർ പറഞ്ഞതോടെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വിശ്വസ്തനായ സഹകരണ മന്ത്രി KN രാജണ്ണ രംഗത്ത് വന്നു. ഇത്തരം ആളുകളുടെ പേര് ശിവകുമാർ പരസ്യപ്പെടുത്തണമെന്നും AICCയുടെ പേര് ശിവകുമാർ ദുരുപയോഗം ചെയ്യരുതെന്നും രാജണ്ണ തിരിച്ചടിച്ചു. PCC പ്രസിഡന്റ് കൂടിയായ ശിവകുമാർ എപ്പോഴും AICC നിർദ്ദേശിച്ചുവെന്ന പേരിലാണ് സംസാരിക്കുന്നതെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും രാജണ്ണ ആവശ്യപ്പെട്ടു. ശിവകുമാറിന് അധികാരമുണ്ട്, തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ PCC വർക്കിംഗ് പ്രസിഡന്റ് GC ചന്ദ്രശേഖറിനെയും രാജണ്ണ പരിഹസിച്ചു. ഹൈക്കമാൻഡിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ, ഹൈക്കമാൻഡിന്റെ പേര് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യണ്ട എന്നും മന്ത്രി പറഞ്ഞു. നേതൃമാറ്റ വിഷയത്തിൽ പാർട്ടി സഹപ്രവർത്തകരിൽ നിന്ന് പരസ്യമായ പ്രസ്താവനകൾ വരുന്നതിനിടെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ മാസം തന്റെ പാർട്ടി സഹപ്രവർത്തകരോട് വായടച്ച് ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടു. അതിനിടയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും MLAയുമായ BR പാട്ടീൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശക സ്ഥാനം രാജിവെച്ചത്. കലബുർഗി ജില്ലയിലെ അലാൻ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഇദ്ദേഹം. 2023 ഡിസംബറിലാണ് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകനായി നിയമിച്ചത്. പാട്ടീലിന്റെ രാജിയും കർണാടകയിലെ കോൺഗ്രസിനുള്ളിലെ കലാപമാണ് കാണിക്കുന്നത്. മന്ത്രിയാകണമെന്ന ആഗ്രഹവുമായി നടന്നയാളാണ് പാട്ടീൽ. മന്ത്രിസഭയിൽ ഇടം കിട്ടാത്തതിലുള്ള തന്റെ അതൃപ്തി അദ്ദേഹം തുറന്നു തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
എന്തായാലും പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ എത്താത്തതും ഇനി എത്തിയാൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കാനും കാരണം അവർക്കിടയിലെ അധികാര മോഹങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും കസേരയിലേക്കാണ് നോട്ടം. അത് തന്നെയാണ് പാർട്ടിയിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും. കർണാടകയിൽ ഭരണത്തിലിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്നത് എങ്കിൽ ഇങ്ങ് കേരളത്തിൽ അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞു. എവിടെയാണെങ്കിലും കോൺഗ്രസിന് വേണ്ടത് എല്ലാ പ്രവർത്തകരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന നല്ല നേതാക്കളെയാണ്.